എങ്ങനെയാണ് ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ അഭിനയ മോഹമൊക്കെ തലയ്ക്ക് പിടിച്ചത് എപ്പോഴാണ്? തലയ്ക്ക് പിടിച്ചൊന്നുമല്ല, അതായത് ആക്ച്വലി ഞാൻ കുഞ്ഞുനാളിലെ ഡാൻസർ ആയിരുന്നു. ഓ ഓക്കെ സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല. എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഡാൻസ് ചെയ്യുന്നത്. ഓക്കെ. അതാണ്, ഇപ്പൊ ഡാൻസ് ചെയ്യുന്നില്ല. സ്കൂൾ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊരു അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ നമ്മളുടെ ട്രൂപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഡാൻസേഴ്സിനെ പിടിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിപ്പിക്കും. അതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കോമഡി സ്റ്റാർസിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പുതിയൊരു സീരിയലിലത്തേക്ക് എങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ നമുക്കൊരു പ്രിവിലേജ് ഇല്ല, ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ചെയ്ത അപ്പോൾ കോമഡി ക്യാരക്ടർ തന്നെയാണ്. മണ്ടനായ ഒരു കൂട്ടുകാരനായിരുന്നു, എന്ത് പറഞ്ഞാലും മണ്ടത്തരാ. അത് പിന്നെ ജീവിതം അങ്ങനെ ആയത് കാരണം പിന്നെ അത് കാരണം പിന്നെ അഭിനയിക്കേണ്ടി വന്നില്ല, അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കോമഡിയിലോട്ട് ഭയങ്കര ഇഷ്ടം, കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും ചിരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇതല്ലേ. ഞാൻ ചെയ്യുന്നു, അവര് ചിരിച്ചു പോകുന്നതിന് നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ലളിതമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ വീട്ടിൽ ഞാൻ സീരിയസ് ആണ്. പിന്നെ അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അവരെല്ലാം കോമഡി ആയിട്ട് എടുക്കും. എങ്ങനെയാണ് ചേട്ടാ സീരിയസ് ആയിട്ട് പറയുന്നത് വീട്ടില്? അങ്ങനെ പറയാൻ പറ്റൂല. മോളടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും മോളൊക്കെ ഞാൻ വരട്ടും. മോക്ക് എത്ര വയസ്സാണ്? മോക്ക് 4 വയസ്സ്. 4 വയസ്സുള്ള മോളെ വരട്ടെ. പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് എന്നെ അവള് കട്ടിലിരുത്തിയിട്ട് അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവള് പോകും, സ്റ്റാച്യു. എന്നിട്ട് അവള് പൊക്കോളും. അതുകൊണ്ട് പിന്നെ അതിൽ കുഴപ്പമില്ല, സ്വസ്ഥം സമാധാനം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാവും, അടിക്കുണ്ടാവില്ല. നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വീട്ടിൽ മറ്റാരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനുണ്ട്. അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എട്ടുന്നില്ല എന്നുള്ളതാണ്. അതെന്താ, നിങ്ങൾ അത്രയ്ക്ക് അടിയാണോ? അടിയൊന്നുമില്ല, അതിന് അടിയൊന്നും പറയാൻ പറ്റൂല, വെറുതെ. ഓക്കെ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അയ്യോ, ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് 10 പേരോട് പറയാലോ, ഞാൻ ഇന്ന് ഈ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ബാഗ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതിന് മുമ്പ് എന്റെ അയലോക്കത്തുള്ള എല്ലാ ചേച്ചിമാരും ചോദിച്ചു, പുതിയ സീരിയലിൽ പോകണല്ലേ. കാരണം പത്രത്തിൽ കൊടുക്കണേക്കാട്ടി എളുപ്പമാണ് അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. എല്ലാ അപ്ഡേഷൻ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ആരും പറയത്തില്ല. എങ്ങനെയാണ് അവിടെ കുടുംബശ്രീ ടീമൊക്കെ ആണോ? കുടുംബശ്രീ ടീമാണ്. അപ്പൊ പെട്ടെന്ന് അപ്ഡേഷൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം വീട്ടിന്റെ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ 2 പേര് അടിക്കാൻ നിൽപ്പുണ്ട്, അപ്പുറം ഇപ്പുറം ഉള്ളവര്. എന്താണ് കുടുംബശ്രീയിൽ ഞാൻ കാണിക്കണം തോന്നിയ ദിവസങ്ങൾ കാരണം. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ലാതെ അമ്മ എന്നെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മോള് കരയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരിക്കൽ അതിലെ മെയിൻ ക്യാരക്ടർ ശാരദാമ്മ ഒരു ദിവസം എന്നെ അടിക്കുന്ന കണ്ടിട്ട് മോള് ഭയങ്കര ദേഷ്യമൊക്കെ ആയി. അങ്ങനെ പിന്നെ എന്നെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവള് എന്റെ അടുത്ത് നിൽക്കുമ്പോ അച്ഛ കുഞ്ഞാണ്, അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ അമ്മ കുഞ്ഞാണ്. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. വാസുകി. അടിപൊളി പേരാണ്. നൈസ് പേരല്ലേ? എന്റെ സെലക്ഷൻ ആണ്. ഭാര്യ പറഞ്ഞു, ഞാൻ സെലക്ട് ചെയ്തു. അടിപൊളി. എന്തായാലും കൊള്ളാം. നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല, പഠിക്കണമല്ലേ? ഇങ്ങനെ സമാധാനമായിട്ട് നടന്നാ പോരാന്ന്. ഓക്കെ, നീയല്ല പയ്യൻ. ഓക്കെ, ഞാൻ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മള് ടിപ്പിക്കലായിട്ട് ഇപ്പൊ പഠിച്ച് എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ച് അതിന്റെ പുറകെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോലി ചെയ്യണം എന്നൊരു പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ 10 കഴിഞ്ഞിട്ട് +1 +2 പഠിച്ചതെന്ന് വെച്ചാല് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം, സൈക്കോളജി, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞൊരു. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പഠിക്കാൻ വലിയ ഇതൊന്നുമില്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തോളാം. ചേച്ചി പറഞ്ഞു ഇന്നൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അവിടെ പൊക്കോന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ബോയ്സ് സ്കൂളാണ്, എല്ലാ തരികടകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ സന്തോഷം. മിക്സഡ് സ്കൂള് ശരിയാവൂല, കാരണം നമുക്ക് വൈബിനുള്ള പയ്യന്മാരെ കിട്ടും. തൊട്ടപ്പുറത്ത് ഗേൾസ് സ്കൂളുണ്ട്. കാരണം ഇവിടെ കുറച്ച് പകുതിയല്ലേ, മറ്റേത് ഫുൾ അതാണല്ലോ. അപ്പൊ അത് കാരണം കുറച്ച് വോളിയം കൂടുതൽ അതാണ്. അപ്പൊ അത് കാരണം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ ചതി മനസ്സിലാക്കിയത്, ഇന്ന സാധനങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. ഞാൻ എല്ലാത്തിനും ഫുൾ മാർക്കിൽ നിന്നും 49 മാർക്ക് കുറച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്.